അത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, മൽ ഖാലിസു മിനൽ അമലി, അമൽ ചെയ്യുന്ന കാര്യത്തിൽ ആ ഇഖ്ലാസുള്ള അമൽ ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് മഹാനവറുകളോട്. ഇഖ്ലാസുള്ള അമൽ എന്താണ് എന്നും ഈസാ നബിനോട് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ മറുപടി എന്താണ്? മാലാ തുഹിബ്ബു അൻ യഹ്മദക അന്നാസു അലൈഹി, ജനങ്ങളെ പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടാതെ നീ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതാരാണ്? ജനങ്ങൾ ഇഷ്ടപ്പെടും, ജനങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയല്ല, ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാം. ക്ലാസ്സിന് വരുന്ന സമയത്ത് എല്ലാ ക്ലാസ്സിനും ഞാൻ പോകുന്നുണ്ടല്ലോ എന്ന് സ്വയം ഒരു അഭിമാനം കൊള്ളാനല്ല, എൻ്റെ അക്കൗണ്ടിൽ അതൊരു പ്ലസ് പോയിൻ്റ് ആയി കിട്ടുമല്ലോ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആയുസ്സിൻ്റെ ഒരു ഭാഗത്ത് ഇൽമുമായി ബന്ധപ്പെടാൻ എനിക്ക് കഴിയുമല്ലോ എന്ന് ചിന്തിക്കണം. മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണല്ലോ. ആലിമ ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു വെച്ച മഹാനാണ് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ലോകം മുഴുവനും പ്രകാശം കൊണ്ട് നിറക്കുന്ന ഖുറൈശികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ വരാനുണ്ട് എന്ന് പരാമർശിച്ചത് ഷാഫിഈ ഇമാമിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അടുക്കലും യാതൊരു വിധത്തിലുള്ള ഖിലാഫുമില്ല, ഒരു എതിർപ്പില്ല. ആ നിലക്കാണ് ഷാഫിഈ ഇമാം ജീവിതത്തെ അടയാളപ്പെടുത്തി വെച്ചത്. എന്നാൽ ഷാഫിഈ ഇമാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അതേ സമകാലികരായി ജീവിച്ചിരുന്നവരാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. രണ്ടുപേരും രണ്ട് വഴിയിലൂടെ സഞ്ചരിച്ചവരാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീട്ടിൽ ഖബർ കുഴിച്ച്, സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ച് ആ ഖബറിലോട്ടിറങ്ങി ഖത്തമുകൾ പൂർത്തിയാക്കിയവരായിരുന്നു. ധാരാളം കറാമത്തുകൾ കാണിച്ചവരായിരുന്നു. ഒരിക്കൽ നഫീസ ഉമ്മൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ, ആ വീട്ടിൽ മുടക്കാച്ചരക്കായ കാലുകൊണ്ട് നടക്കാൻ കഴിയാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരിക്കെ ഒരിക്കൽ ആ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് പോകൽ അനിവാര്യമായി വന്നപ്പോൾ പോയി. അങ്ങനെ പോയപ്പോൾ ആ മോളോട് പറഞ്ഞു, മോളെ നീ എവിടെ ചെന്നാൽ മതി? നഫീസ ഉമ്മൻ്റെ വീട്ടിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് ആ തൊട്ടപ്പുറത്ത് വീട്ടിലോട്ട് നിരങ്ങിയിട്ടാണ് പോയത്. അങ്ങനെ ചെന്ന സമയത്ത് നഫീസ ഉമ്മ എന്ത് ചെയ്യുന്നു? വുളു എടുക്കുകയാണ്. നഫീസ ഉമ്മ വുളു എടുക്കുന്ന വെള്ളം തട്ടുന്ന സ്ഥലത്ത് പച്ചപ്പ് മുളച്ചിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് പ്രാവശ്യം വുളു ചെയ്യുമ്പോഴല്ല, 1-2 പ്രാവശ്യം നഫീസ ഉമ്മ വുളു ചെയ്യുമ്പോഴേക്ക് ആ നഫീസ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് വന്ന വെള്ളത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? അവിടെ പച്ചപ്പുണ്ടാകുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ നഫീസ ഉമ്മ വുളു ചെയ്യുന്നതിൻ്റെ സമയത്താണ് ഈ ചെറിയ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. നിരങ്ങിയിട്ടാണ് വന്നത്. ആ സമയത്ത് നഫീസ ഉമ്മ വുളു ചെയ്ത ആ കയ്യിലെ മുഖത്തെ ആ വെള്ളം ഇങ്ങനെ ചെറുതായി ഒലിച്ചു വരുന്നുണ്ട്. ആ വെള്ളം നേരെ ഈ പെൺകുട്ടിയുടെ കാലിലേക്ക് തട്ടുന്നു. ആ പെൺകുട്ടി അതെടുത്ത് തൻ്റെ കാലിൽ തടവുന്നു. ഇത് മാറണമെന്ന് കയറിയിട്ട് തടവുന്നു. ആ സമയത്ത് തന്നെ ആ പെൺകുട്ടി എഴുന്നേറ്റ് നടന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നഫീസ ഉമ്മയുടെ അനേകം കറാമത്തുകളിൽപ്പെട്ടൊരു കറാമത്ത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ നഫീസ ഉമ്മ ഷാഫിഈ ഇമാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഷാഫിഈ ഇമാമിന് എന്തെങ്കിലും അസുഖം വന്നാൽ, എന്തെങ്കിലും ക്ലേശം വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ ഷാഫിഈ ഇമാം ശിഷ്യഗണങ്ങളെ എവിടേക്ക് പറഞ്ഞയക്കുമായിരുന്നു? നഫീസ ഉമ്മൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കും. എന്നിട്ട് നഫീസ ഉമ്മനോട് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് കൽപ്പിക്കുമായിരുന്നു. ആര്? ഷാഫിഈ ഇമാം കൽപ്പിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ ഇടനിലക്കാരായ ആളുകൾ പറ്റില്ല എന്ന് പറയുന്നിടത്താണ് ആര് ചെയ്യുന്നത്? ഷാഫിഈ ഇമാം എന്തിനത്? ഷാഫിഈ ഇമാമിൻ്റെ സ്വന്തം കാര്യത്തിന് അള്ളാഹുവിനോട് നഫീസ ഉമ്മനോട് ചോദിക്കാൻ വേണ്ടി പറയാണ്. ഷാഫിഈ ഇമാമിനെ ഇടനിലക്കാരായിട്ട് ഒരാളെ നിർത്തി കൊടുക്കുകയാണ്. ഇസ്തിഗാസ തവസ്സുലൊക്കെ നമ്മൾ വരുന്നുണ്ട്, പിന്നീട് ഒരിക്കൽ നമുക്ക് പറയാം. അങ്ങനെ നിലനിർത്തി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറാമത്തുകളായി എണ്ണപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത്ര ഖത്തമുകൾ തീർക്കുക, എത്ര ഖത്തമുകളോ അത്രയും ഖത്തമുകൾ തീർത്തു കൊടുക്കുന്നു. എന്നാൽ അന്ന് ഷാഫിഈ ഇമാമിൻ്റെ ഏറ്റവും വലിയ കറാമത്ത് എന്തായിരുന്നു? ഇൽമുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതായിരുന്നു. ഷാഫിഈ ഇമാമിൻ്റെ ഇൽമ് അത്രയ്ക്ക് വലിയ ഇൽമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ രൂപത്തിലായിരിക്കും കറാമത്ത് ഉണ്ടായിരിക്കുക. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടുന്ന് വെള്ളപ്പാണ്ട് മാറ്റിയ ചരിത്രം കാണൂല, അവിടുന്ന് സൂര്യനെ പിടിച്ച് താഴോട്ടിറക്കിയ ചരിത്രം കാണൂല. പക്ഷെ സിദ്ദീഖ് തങ്ങൾ വലിയല്ലേ, ഔലിയാക്കളുടെ ഗണത്തിൽ ഏറ്റവും വലിയ വലിയാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങളുടെ താഴെയാണ് ഗൗസുല്ലാദ തങ്ങൾ, അഹ്മദ് റിഫായി ഷെയ്ഖ് തങ്ങൾ, ഇങ്ങനെ അഹ്മദ് അൽ ബദവി തങ്ങൾ, ഇങ്ങനെ എല്ലാവരെയും എടുത്ത് പരിശോധിച്ചാൽ ഇവരൊക്കെ ആരുടെ താഴെയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ താഴെയാണ്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുകളിലല്ല. എന്നാൽ ഗൗസുൽ ആലമിന്റെ ജീവിതത്തിൽ കുഫിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ, ഇങ്ങനെ അനേകം കറാമത്തുകൾ ആരുടെ ജീവിതത്തിൽ കാണാം? ഗൗസുൽ ആലമിന്റെ ജീവിതത്തിൽ കാണാം. എന്നാൽ സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ കറാമത്തുകൾ എണ്ണപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സിദ്ദീഖ് തങ്ങൾക്ക് കറാമത്തില്ലേ? സിദ്ദീഖ് തങ്ങൾക്ക് കറാമത്തുണ്ട്. ഏതാണ് സിദ്ദീഖ് തങ്ങളുടെ കറാമത്ത്? അത് സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ്, അത് സിദ്ദീഖ് തങ്ങളുടെ മഹബത്താണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ ഈമാനും ഒരു തലാസ് കൊണ്ടുപോയി വെച്ചിട്ട് തൊട്ടപ്പുറത്തെ തട്ടിൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ വെച്ചാൽ ആ ഈമാൻ എന്ത് ചെയ്യും? താഴ്ന്നു നിൽക്കും എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ റൂട്ടിലായിരിക്കും എന്തുണ്ടാകുന്നത്? കറാമത്ത് ഉണ്ടായിരിക്കുന്നത്, മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ഇൽമ് ശേഖരിക്കാൻ വരിക എന്ന് പറയുന്നത് എനിക്ക് ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാണല്ലോ. അതിന് മറ്റു താല്പര്യങ്ങളൊന്നും വെക്കാതെ നല്ല രൂപത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് പോയിന്റ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ വിഷയത്തിലും നിയ്യത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിയ്യത്തുകളെ കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഇബാദത്താക്കി മാറ്റാം. വിശദമായി നമ്മളന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ആ നിയ്യത്തും ഈ ഇഖ്ലാസും രണ്ടും കൂടി പങ്കുചേരുമ്പോഴാണ് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ അയ്യുൽ അഅ്മാലി അഫ്ളലു, ഏറ്റവും അഫ്ളലായ അമൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ എന്ത് അമൽ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? നല്ല ഇഖ്ലാസ് വേണം. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പഠിപ്പിച്ചു, നീ നിസ്കരിക്കുന്ന സമയത്ത് ആട്ടിടയനെ പോലെ നിസ്കരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ആട്ടിടയനെ പോലെ നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം, ആട്ടിടയൻ്റെ പ്രത്യേകത എന്താണ്? ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനം ആരുടെ കൂടെയായിരിക്കും? ആടുകളുടെ കൂടെയായിരിക്കും. ആടുകൾ സംസാരിക്കുമോ? ഇല്ല. ആടുകൾ മിണ്ടോ? ഇല്ല. പക്ഷേ അങ്ങനെയാകുമ്പോൾ ഇയാൾ നിസ്കരിക്കുന്ന സമയം ആടിൻ്റെ അടുക്കലാണ് ഇയാൾ നിസ്കരിക്കുക. ആടുകൾ ഒരുപാട് ഇങ്ങനെ മെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചാരയാണല്ലോ ഈ മനുഷ്യൻ നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഇയാൾ എങ്ങനെ നിസ്കരിച്ചാലും ഈ ആട് ഇയാളെടുത്ത് ഇന്നത്തെ നിസ്കാരം ഉഷാറായി അടിപൊളിയായി എന്ന് പറയുമോ? ഇല്ല. എന്നതുപോലെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആട്ടിടയൻ നിസ്കരിക്കുന്നത് പോലെ ആവണം. ചുറ്റിലും ആരൊക്കെ നമ്മുടെ നിസ്കാരം കാണുന്നുണ്ടെങ്കിലും, ചുറ്റിലും ആരൊക്കെ നമ്മുടെ നിസ്കാരം വീക്ഷിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ, ഞാൻ വലിയ നിസ്കാരക്കാരനാണ് എന്ന് മറ്റുള്ളവർ പറയണമെന്ന് ആഗ്രഹിക്കാതെ, ഞാൻ വലിയ ഖുർആൻ ഓതുന്ന ആളാണ്, ഞാൻ വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണ്, ഞാൻ എല്ലാ ജമാഅത്തിനും വരുന്ന ആളാണ് എന്നൊക്കെ മറ്റുള്ളവർ പറയണം എന്ന താല്പര്യത്തെ മാറ്റിവെച്ചുകൊണ്ട് ലിവജിഹില്ല, ഇതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് തൃപ്തിപ്പെട്ടു തരണം, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന നിയ്യത്തോടു കൂടി ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിലെല്ലാ സമയത്തും നമ്മൾ പ്രാവർത്തികമാക്കി എടുക്കേണ്ടതാണ്. ഇഖ്ലാസ് ഇല്ലാത്തത്, നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് സൗകര്യം പോലെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഓർമ്മപ്പെടുത്തിയത്.